സ്റ്റാർ വിജിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നിന്നും എന്തൊക്കെയാണ് കൂടുതലായിട്ട് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അന്ത്യോദയ അന്ന യോജന, അതായത് മഞ്ഞ കാർഡ്, അവർക്ക് കാർഡിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. കൂടാതെ 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്ക് ലഭിക്കും. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ PMGKY പദ്ധതി പ്രകാരം AAY കാർഡിലെ ഓരോ അംഗത്തിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പ് വീതവും സൗജന്യമായി ലഭിക്കും. കൂടാതെ ഇവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പയറും കടലയും വിതരണമുണ്ട്, അത് പിന്നീട് അറിയിക്കുന്നതാണ്. അടുത്തതായിട്ട് റോസ് കാർഡ് മുൻഗണനാ വിഭാഗം. ഈ കാർഡിലെ ഓരോ അംഗത്തിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കിലോയ്ക്ക് 2 രൂപ നിരക്കിൽ ലഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ PMGKY പദ്ധതി പ്രകാരം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പ് വീതവും സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇവർക്കും പയറും കടലയും സംബന്ധിച്ചുള്ള വിതരണം പിന്നീട് അറിയിക്കുന്നതാണ്. അടുത്തതായിട്ട് NPS പൊതുവിഭാഗം നീല കാർഡ്. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ലഭ്യത അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS വിഭാഗത്തിന് കിലോയ്ക്ക് 15 രൂപ നിരക്കിലുള്ള 10 കിലോ സ്പെഷ്യൽ അരി വിതരണം ഉണ്ട്. അതിൻ്റെ വിവരം പിന്നീട് അറിയിക്കുന്നതാണ്. അതായത് NPS വിഭാഗത്തിന്, അതായത് നീല കാർഡിന് 15 രൂപ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരിയുണ്ട്. അതിൻ്റെ വിതരണം പിന്നീട് അറിയിക്കുന്നതാണ്. അടുത്തതായിട്ട് അതായത് വെള്ളക്കാർഡ്. കാർഡിന് 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കൂടാതെ ലഭ്യത അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. അതേപോലെ തന്നെ കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരി വെള്ളക്കാർഡിന് ലഭിക്കുന്നതാണ്. കൂടാതെ എല്ലാ വിഭാഗത്തിലുള്ള വൈദ്യുതീകരിക്കപ്പെട്ട വീടുകളിലെ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കപ്പെടാത്ത വീടുകളിലെ കാർഡിന് 4 ലിറ്റർ മണ്ണെണ്ണയും ലിറ്ററിന് 31 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിഹിതമായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.